ഈ ട്രിവാൻഡ്രം ലോജിലപ്പോൾ എങ്ങനെയാണ് എത്തിപ്പെടുന്നത്? പോസിറ്റീവ് എന്ന് പറഞ്ഞ VKPയുടെ പടം റിലീസായി, ജയസൂര്യ അഭിനയിക്കുന്നത്. ആ പടം ഞാൻ പോയി കണ്ടു, സവിതയിലായിരുന്നു തോന്നുന്നു. എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. PRO ദിനേശ് ചേട്ടനുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒക്കെ എനിക്ക് ഞാൻ VKPയുടെ നമ്പർ മേടിച്ചിട്ട് ഞാൻ അദ്ദേഹത്തിനെ വിളിക്കുകയാണ്. ഹലോ പ്രകാശ് സാർ, ഞാൻ സൈജു കുറുപ്പാണ്, ഹരിഹരൻ സാറിൻ്റെ മയൂഖം എന്ന് പറഞ്ഞ. ഏട്ടാ അറിയാം, നീ പറഞ്ഞോ. ഞാൻ നല്ല സാർ, ഞാൻ പടം കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഉറപ്പാണോ ഇഷ്ടപ്പെട്ടെന്ന്? ഞാൻ പറഞ്ഞു, ഞാൻ സാർ ഇഷ്ടപ്പെട്ടു. പോടാ പുള്ളി ഇങ്ങനെയൊക്കെയാണ്, പോടാ സത്യം പറ. ഞാൻ സാർ എനിക്ക് ഇഷ്ടപ്പെട്ടു സാർ. ഞാൻ ആക്ച്വലി വിളിച്ചത്, എനിക്ക് സാറിൻ്റെ കമേഴ്ഷ്യൽസിൽ വർക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, ഞാനിപ്പം ഇമെയിൽ മെസ്സേജ് ചെയ്യാം, അതിൻ്റെ കുറച്ച് ഫോട്ടോസ് അയച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ ഫോട്ടോസ് അയച്ചു. 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും കുറുക്കുറയുടെ സൗത്ത് ഇന്ത്യൻ സ്പെഷ്യൽ ആഡ് സിമ്രനുമായിട്ട് ചെന്നൈയിലെ ഷൂട്ട്. അങ്ങനെ അവിടെ ചെല്ലുന്നു. അവിടെ വെച്ചാണ് ഞാൻ VKP ഫോണിൽ കൂടെ സംസാരിച്ചിട്ടേ ഉള്ളൂ. സാക്ഷാൽ VKP ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. സംഭവം എന്ന് വെച്ചാൽ ഞാൻ അന്ന് ഭയങ്കരമായിട്ട് മെലിഞ്ഞിരിക്കുക. ഞാൻ ഫോട്ടോ അയച്ചത് എനിക്ക് കുറച്ച് തടിയുള്ളപ്പോഴുള്ള ആ ഫോട്ടോസ് ഞാൻ അയച്ചത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം സിമ്രൻ്റെ പേരാണ് ഞാൻ. അപ്പോൾ സിമ്രൻ എനിക്കൊന്ന് അന്ന് പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് വെയിറ്റ് പുട്ട് ഓൺ ചെയ്തിരുന്ന സമയമാണ്. അപ്പം ഞാനിങ്ങനെ മെലിഞ്ഞും ഇവരിങ്ങനെ ആയപ്പോഴത്തേക്കും അവിടെ ഏജൻസിക്കാർ VKPയും എല്ലാവരും കൂടെ അവിടെ ഭയങ്കര സംസാരം, ഇടയ്ക്ക് എന്നെ നോക്കുന്നുണ്ട്. അപ്പം ഞാനവിടുത്തെ എൻ്റെ മുഖം ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. VKPക്കല്ല, ഇവരെ ഹിന്ദിക്കാരാണല്ലോ, ഇവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. മിക്കവാറും എന്നെ കട്ട് ചെയ്യും. ഇവിടെ അസോസിയേറ്റ് സജീവ് ബത്തേരിയാണോ ആരോ, അവരെ വിളിച്ച് ഞാൻ ചോദിച്ചു, എന്താ സംഭവം, ഞാനാണോ പ്രശ്നം? അല്ല, അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല, അത് VKP ഹാൻഡിൽ ചെയ്തോളും. സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനൊരു സംഭവമുണ്ട്, കണ്ടിട്ട് അനിയനെ പോലെ ഇരിക്കുന്നതാണ് പറയണത്. ഞാൻ മെലിഞ്ഞല്ലേ. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ കട്ട് ചെയ്യോ? ഇല്ല, അത് VKP മാനേജ് ചെയ്യും. അങ്ങനെ തന്നെ ഷൂട്ട് ചെയ്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ അനിയനെ പോലെ ഒന്നും അല്ല ഇരിക്കുന്നത്, അത് ചുമ്മാ ഒരു പറഞ്ഞത്. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് കൊളാബറേഷൻ വിത്ത് VKP. അതിനുശേഷം പിന്നെ VKP എന്നെ അടുത്തൊരു ആഡിൽ ഞാൻ ഓഡിഷൻ കൊടുക്കുന്നു, ആദിത്യ ബിർള റൂഫ് ഷീറ്റ്. അതിൽ ഓഡിഷൻ കൊടുത്തു. അപ്പോൾ VKP പിന്നെ ഞാൻ ഇടയ്ക്ക് വിളിക്കുമ്പോഴത്തേക്കും ഡോണ്ട് കോൾ മീ സർ, കോൾ മീ VKP, എവരി വൺ കോൾസ് മീ VKP. അപ്പം പിന്നെ VKP ആയി. ഈ VKP എന്ന് വിളിച്ചു തുടങ്ങിയ പിന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയി. അപ്പോൾ നമുക്കും ആ ഒരു വാളില്ലാണ്ടായി. പിന്നെ നമ്മുടെ സുഹൃത്തിനെ പോലെ പിന്നെ പുള്ളി അങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. അങ്ങനെ അത് ചെയ്യുന്നു. അതിനുശേഷം പിന്നെ കർമ്മയോഗി എന്ന് പറഞ്ഞ ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റിൻ്റെ അഡാപ്റ്റേഷൻ മലയാളത്തിൽ അത് ചെയ്യുന്നു. ഇന്ദ്രിയത്തായിരുന്നു ഹാംലെറ്റ് ആയിട്ട് അഭിനയിച്ചത്. അതിനുശേഷമാണ് ട്രിവാൻഡ്രം ലോഡ്ജ്. കർമ്മയോഗി എന്ന് പറഞ്ഞ പടം ചെയ്യുന്ന സമയത്ത് VKPയുടെ ലാസ്റ്റ് അസിസ്റ്റൻ്റ് ഉണ്ട് മൃദുൽ നായർ, ഹു ലേറ്റർ ഓൺ ബിക്കേം ആൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ വിത്ത് ബിടെക്കിലാണ് അഭിനയിച്ചത്. അപ്പോൾ മൃദുലിനെ ആ സമയത്ത് ഞാൻ പരിചയപ്പെടുന്നത്. മൃദുലാണെന്നാണ് ട്രിവാൻഡ്രം ലോഡ്ജിൻ്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ വാവച്ചേട്ടൻ പറഞ്ഞത്. VKP ഓർപ്പിച്ചത് ട്രിവാൻഡ്രം ലോഡ്ജിൻ്റെ കാസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് ഇത് സൈജു ഗ്രൂപ്പ് ചെയ്താൽ നന്നായിരിക്കില്ല.